വൈകുന്നേരം തൊട്ട് ലൈവിൽ പോരാൻ വേണ്ടി വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ഇവിടെ എന്തോ നെറ്റ് പ്രോബ്ലം. ലൈവ് അധികം നേരം അങ്ങോട്ട് നീട്ടി നിർത്താനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് ഓഫായി പോകുന്നു. അപ്പോൾ ഇന്ന് ലൈവില്ല. ലൈവ് 2-3 തവണ വന്നു, പക്ഷെ അതൊന്നും അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് പറ്റണില്ല. പെട്ടെന്ന് കട്ടായി പോവാം. കഷ്ടം. ഇന്നാണെങ്കിൽ ഞാനൊന്ന് ലൈവ് നല്ലപോലെ വരണം എന്ന് വിചാരിച്ചിരുന്ന ദിവസം. എന്ത് ചെയ്യാം? ഇന്നലെയൊക്കെ നല്ല പനിയായിരുന്നു. 650 ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിലും. വൈറൽ പനി പക്ഷെ ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്ത പനിയാണ്. തലവേദനയോ. ആദ്യം എനിക്ക് ചെവിക്കാണ് പ്രശ്നം തുടങ്ങിയത്. ഞാൻ ചോദിച്ചു എന്തായാലും ചെവിക്കകത്തെല്ലാം കയറിപ്പോയോ, പക്ഷെ 2 ചെവി. ഈ ചെവിക്കാണ് ഇത്തിരി കൂടുതൽ. ഈ ചെവി ഇപ്പോഴും ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നീടത് തൊണ്ടയ്ക്കായി ഒരു ചെറിയൊരു കുത്തി ചുമ, പിന്നെ തീർത്തും തളർച്ച. ശാലിനി, ഒരുപാട് പേര് ലൈവിൽ ശാലിനിയും മോനെയും ആവശ്യപ്പെടുന്നുണ്ട് കാണാനായിട്ട്. അവരുടേതായ തിരക്കുകളിലാണ്. അമ്മമ്മ മരിച്ചതിൻ്റെ അടിയന്തിരമാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അങ്ങനെ കൂടി നടക്കുന്നു. തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ വരും. പിന്നെന്താ, നാളെ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ഞാനൊരു പാക്കറ്റ് മിഠായി ശാലിനോട് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. മെല്ലടി പാർലെ നല്ലതാണ്. മതി. 9 മണിക്കാണ് നമ്മൾ പതാക ഉയർത്തിയത്. ലൈവ് കിട്ടിയില്ല, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലൈവ് പോകാൻ പറ്റുന്നില്ല. ഷാരുവിനെ കുഞ്ഞിനെ എന്നും ലൈവിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞപ്പോൾ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുമെന്ന്. അത്താഴം കഴിഞ്ഞു. കഞ്ഞി, കായപ്പൊരി, നേന്ത്രക്കായ അതുണ്ടാക്കണം. ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും എന്തായാലും ഇന്നലത്തെ പോലെയല്ല. ഇന്നലെ ഞാൻ കിടന്ന കിടപ്പായിരുന്നു, ഒരു കാര്യം ചെയ്തിട്ട്. ഇന്ന് നേരം എടുത്ത് 9 മണിയായപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അംഗൻവാടിയിൽ പോയി അവിടെ ഇരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ഒരല്പം ജീവൻ വെച്ചു എഴുന്നേറ്റു. 1 മാസമായിട്ട് വെള്ളം ഉണ്ടാകുന്നില്ല. 1 മാസമല്ല, അതിന് മേലെയായി വെള്ളം ഇല്ലാതെ നിന്നിട്ട്. അപ്പോൾ ഇന്ന് വെള്ളം വന്നു. ഇന്നലെ വെള്ളം വന്നിട്ട് അങ്ങനെ ഇറങ്ങിടക്കണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടും ഒന്ന് തുടച്ചു. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ, നാളത്തേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് വീട്ടിൽ വന്നിട്ടും 2 ദിവസത്തെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടാവുന്നു. പാറു എല്ലാം അടിച്ചു വാരി. അത്ര ക്ഷീണമാണെന്നേ ഇപ്പം എനിക്ക്. എഴുന്നേക്കാൻ പറ്റില്ല, കട്ടേന്ന് എഴുന്നേക്കാൻ പറ്റില്ല. പിന്നെ വെള്ളമൊക്കെ ചൂടാക്കി ഇന്ന് കുടിച്ചു.